ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള നല്ല സ്വഭാവ ഗുണങ്ങൾ കാണുന്നു. അത്തരത്തിലാണ് നമ്മൾ ക്ഷേത്രങ്ങളെ ആ തരത്തിലേക്കുള്ള പ്രാചീന സംസ്കാരത്തിന്റെ, ഭാരതീയ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും അക്ഷയകരികളായി ക്ഷേത്രങ്ങൾ മാറുന്നത് അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ നിയന്ത്രണം കൂടി ഏറ്റെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഇവിടെ കുഞ്ഞമ്പോട്ടനെ എനിക്ക് തോന്നുന്നു, ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ പൂട്ടിയാൽ ഒരു 10 ദിവസം കുഞ്ഞമ്പോട്ടന്റെ വീട്ടിൽ കൃഷ്ണാട്ടൻ എല്ലാവരും ഉണ്ടാവും. കുട്ടികൾ മുട്ടായി ഒഴിക്കാൻ പൈസ തരും, അപ്പോൾ അവിടെ പോയി നിൽക്കും. 10 ദിവസം മട്ടേ വെല്ലുന്നവരെ വീട്ടിൽ പോയി നിൽക്കും, 10 ദിവസം ബാനത്ത് പോയിട്ട്. ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു മാസം പോകുന്നത്. അപ്പോൾ അവിടെ ബാനത്ത് പോയാലും കൊട്ട വറക്കും, കൊട്ട വറക്കിയാൽ ആർക്കെ വെല്ലുന്ന പറയും, നീ വറക്കിയ കൊട്ടയെല്ലാം നീ എടുത്തു പോകുന്നത്. അങ്ങനെയാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആദ്യം വെല്ലുന്നവർക്ക് വലിയൊരു കപ്പാവുണ്ട്, അപ്പോൾ അവിടെ മാങ്ങേലം പറിച്ചിരുന്നത്. അതിലൂടെയും കുറേ മാവുണ്ടായി, ഞങ്ങൾക്ക് മാങ്ങേലം ഞങ്ങളെങ്ങനെയാണ് തിന്നാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിക്കാലമായിരുന്നു ഞങ്ങൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പോഴാണ് കുഞ്ഞമ്പോട്ടന ചെറുപ്പത്തിൽ, ഞാൻ 10ാം ക്ലാസ്സിൽ 8, 9 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കണ്ടത്. 10ാം ക്ലാസ്സിൽ നിന്നാണെന്ന് തോന്നുന്നു. കുഞ്ഞമ്പോട്ടൻ പറഞ്ഞു, നിന്റെ അച്ഛനാണ് അങ്ങനെ ഇവിടെ കൊണ്ടാക്കിയത്, ഇപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാൻ നീ തന്നെ എത്തിയത് അത് ഒരു നിമിത്തമാണ് എന്നാണ് കുഞ്ഞമ്പോട്ടൻ ഇപ്പൊ കണ്ടപ്പാട് പറഞ്ഞത്. അപ്പോൾ എന്റെ അച്ഛനാണ് കുഞ്ഞമ്പോട്ടനെ ഇവിടെ കൊണ്ടാക്കിയത്. അപ്പോൾ പിന്നീട് കുഞ്ഞമ്പോട്ടനെ കാണുന്നത് ഈ 2010 നമ്മുടെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇവിടുത്തെ മാതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ അന്ന് എത്തിയിരുന്നു. അപ്പോഴാണ് കുഞ്ഞമ്പോട്ടനെ ഇവിടെ ഉള്ള കാര്യം നമുക്ക് അറിയുന്നത്. പിന്നീട് കുഞ്ഞമ്പോട്ടൻ നമ്മുടെ പള്ളിക്കരയായിട്ടോ അല്ലെങ്കിൽ മറ്റായിട്ടോ അങ്ങനെ ബന്ധങ്ങളില്ല. 1-2 പ്രാവശ്യം അച്ഛൻ കിടക്കുമ്പോൾ അച്ഛനെ നോക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാണുന്നേ ഇല്ല. അപ്പോൾ കുഞ്ഞമ്പോട്ടൻ 93 വയസ്സിലും നമ്മുടെ ഈ ക്ഷേത്രത്തെ ഇത്രയും നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞ കപ്പാട്ട് കഴകത്തിന്റെ അടക്കം പെരുങ്കളിയാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതചര്യയും നല്ല രീതിയിലുള്ള പ്രവർത്തനവും തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായി നിന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കണമംഗലം കഴകം ആ തരത്തിലേക്ക് തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ പൂജ നടത്തലും മറ്റു മാത്രമല്ല, സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ കോവിഡ് കാലത്തൊക്കെ തന്നെ എല്ലാ ക്ഷേത്രങ്ങളും പ്രാദേശിക സർക്കാരുകളെ സഹായിക്കാൻ അവർക്ക് കഴിയുന്ന രീതിയിലേക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്നതല്ല, മറിച്ച് ദൈവം എന്ന് പറയുന്നത് മനുഷ്യർ കൂടിയാണ്. നല്ല മാനവ സേവ തന്നെയാണ് ഏറ്റവും നല്ല പിന്നെ ദൈവവിശ്വാസം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഏറ്റവും നന്നായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കഴകം തന്നെയാണ് ഈ കണ്ണമംഗലം കഴകം എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ തരത്തിലേക്കാണ് ഇവിടെ എല്ലാ ബന്ധുമിത്രാദികളും കൂടിക്കൊണ്ട് എല്ലാവരും കൂടിക്കൊണ്ടാണ്, എല്ലാ കഴകത്തിലെ അച്ഛന്മാരും എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കുഞ്ഞമ്പോട്ടനുള്ള വലിയൊരു അംഗീകാരം തന്നെയാണ്. അദ്ദേഹം കണ്ട ആ ഒരു ജീവിതം, അത്രയും നേതൃത്വം കൊടുത്ത ഒരു ജീവിതം, അദ്ദേഹം നേതൃത്വം കൊടുത്ത ക്ഷേത്രങ്ങൾ, അതിനൊക്കെ തന്നെയുള്ള വലിയൊരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ഒരു യാത്രയപ്പ് അല്ലെങ്കിൽ ഈ ഒരു ആദരവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ഗോപാലട്ടൻ പറഞ്ഞത് ഇവിടെ ഈ രീതിയിലുള്ള പദ്ധതികൾ നമുക്കറിയാം. വയോജനങ്ങൾക്കെല്ലാം ഒരുപാട് പദ്ധതികൾ വെക്കുന്നുണ്ട്. പക്ഷേ അത് ഭക്ഷണം, അതേപോലെ തന്നെ ചികിത്സ തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ, സാമ്പത്തിക സഹായം നൽകാൻ ത്രിതല പഞ്ചായത്തുകൾക്ക് അംഗീകാരം കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ആശുപത്രിയിലേക്ക് ഡോക്ടർമാരെ നിയമിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഡോക്ടർമാരില്ലാത്തതാണ് പല ആശുപത്രികളുടെയും പല പ്രശ്നമെങ്കിലും ഞങ്ങൾ 10 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് വെച്ച് ഒരു ഡോക്ടറെയും 2 നഴ്സുമാരെയും പോസ്റ്റ് ചെയ്യാൻ, പക്ഷേ അതിന് അംഗീകാരം കിട്ടുന്നില്ല. അവസാനം കളമ്പി പിടിച്ച് അവസാനം ഇപ്പൊ തനത് ഫണ്ട് നിങ്ങൾ വെച്ചോളൂ, അംഗീകാരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പദ്ധതി വിളിക്കുന്നത്. പക്ഷേ സാമ്പത്തിക സഹായം നൽകാൻ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് മരുന്ന്, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നമ്മൾ പദ്ധതി വെക്കാം. ഇപ്പോൾ തന്നെ വയോജനങ്ങൾക്കായുള്ള ഭക്ഷണം കൊടുക്കുന്ന പദ്ധതി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു 60 വയസ്സ് 65-70 വയസ്സ് പ്രായമുള്ളവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഡിമെൻഷ്യ കൂടി വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രായാധിക്യം മൂലം പ്രമേഹം, അതേപോലെ പ്രഷറൊക്കെ തന്നെ വരുന്നുണ്ട്. അതിന്റെ ഭാഗമായി അരിഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. പിന്നീട് അരിഭക്ഷണം നമുക്കറിയാം, നമ്മുടെ ഊർജം എന്ന് പറഞ്ഞത് അരി കഴിച്ചാൽ മാത്രമാണ്. അപ്പോൾ അരി കഴിച്ചാൽ മാത്രമായി ആ ഊർജം ഉണ്ടാകുന്ന, നമുക്ക് വേറെ ഒന്നും കഴിച്ചാൽ ഊർജം കിട്ടില്ല. അപ്പോൾ ഓട്സോ അല്ലെങ്കിൽ വാങ്ങണമെങ്കിൽ വലിയ പൈസ വേണം, എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ മില്ലറ്റ് ഭക്ഷണങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൂടി മൂല്യവർദ്ധിതമായ ഉൽപ്പന്നങ്ങളാക്കി വയോജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി നമ്മൾ ഇപ്രാവശ്യം ഇടുന്നുണ്ട്. അതിൽ അങ്ങനെ വരുന്നവർക്കൊക്കെ തന്നെ അത്തരത്തിലുള്ള പദ്ധതികൾ കൊടുക്കാനും അത്യാവശ്യമായ കാര്യങ്ങൾ കൊടുക്കാനും ഒക്കെ തന്നെ ഞങ്ങൾക്ക് മരുന്നും മറ്റൊക്കെ തന്നെ കൊടുക്കാൻ വയോജനങ്ങൾക്ക് ജില്ലാശുപത്രിയിൽ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ സ്ഥലപരിമിതി മൂലമാണ് നമുക്കത് പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിയാത്തത്. കുറച്ചും കൂടെ, കാരണം ഇപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് സൗകര്യം ലഭ്യമാക്കുന്ന തരത്തിലേക്ക് തന്നെ അതിനെ മാറ്റാൻ ആലോചിക്കുന്നുണ്ട്.
അപ്പോൾ ചികിത്സയും പിന്നെ കൃത്യമായി കൊടുക്കാൻ വേണ്ടി കഴിയും. അത്യാവശ്യം മരുന്നുകളൊക്കെ തന്നെ നമ്മൾ ജില്ലാ ആശുപത്രി മുഖാന്തരം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാലിയേറ്റീവ് സംവിധാനം, എല്ലാ പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് സംവിധാനം മെച്ചപ്പെടുത്താനും ജില്ലാ പഞ്ചായത്ത് സഹായിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിനും ഓരോ ലക്ഷം വീതം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടുതൽ വേണമെങ്കിൽ, കാരണം പാലിയേറ്റീവിലാണ് ഈ രോഗികൾ എന്ന രീതിയിലേക്ക് പ്രായമുള്ള വരുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാൻ ഞങ്ങൾ അധികം പൈസ നീക്കിവെക്കാം. ഇത്തരത്തിലുള്ള വയോജനങ്ങളെ ആകെ തന്നെ സഹായിക്കുന്നതിനും അവർക്ക് മരുന്ന് കൊടുക്കാം. എനിക്ക് തോന്നുന്നു സ്ഥിരം മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് കൊടുത്താൽ തന്നെ വലിയ കാര്യമായി. കാരണം ശരാശരി ഒരു കുടുംബത്തിന് ഒരു 10-12,000 രൂപ വരെ ഒരു മാസത്തെ മരുന്നിന്, കാരണം ഷുഗർ, പ്രഷർ എല്ലാത്തിൻ്റെ മരുന്നിന്റെ വില കൂടിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അത്രയും പൈസ വേണ്ടി വരും. അപ്പൊ സാധാരണ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന അത്ര തുകയല്ല അത്. പക്ഷെ അത് ഈ പാലിയേറ്റീവ് സംവിധാനം വഴിയൊക്കെ തന്നെ കിട്ടുന്നത് കൊണ്ട് അത് അങ്ങനെ അറിയുന്നില്ല എന്ന് മാത്രം. അതിനൊക്കെ തന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റും. സാമ്പത്തിക സഹായം പറ്റില്ല, മറ്റേത് സഹായം നിങ്ങൾ ചോദിച്ചാലും അതിനാവശ്യമായ തരത്തിലേക്കുള്ള പ്രോജക്റ്റുകൾ ഞങ്ങൾ വെക്കാൻ തയ്യാറാണ്. ഇവിടെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിലും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ആദരിക്കുന്ന ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചാൽ ഞാൻ അറിയിക്കുകയാണ്. നന്ദി ശ്രീമതി ബേബി ബാലകൃഷ്ണൻ. അടുത്തതായി ഈ ചടങ്ങിലെ കണ്ണമംഗലം അന്തിത്തിരിയൻ ശ്രീ കുഞ്ഞമ്പു അന്തിത്തിരിയനെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ബ്രഹ്മശ്രീ തെക്കിനിടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിനെ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മശ്രീ തെക്കിനിടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് താന്ത്രിക കർമ്മം നടത്താൻ കേരള സൃഷ്ടികർത്താവ് സാക്ഷാൽ പരശുരാമനാൽ നേരിട്ട് നിയോഗിച്ച തരണനെല്ലൂർ തന്ത്രി പരമ്പരയിലെ ആചാര്യശ്രേഷ്ഠൻ, നമ്മുടെ കഴകമായ ശ്രീ കണ്ണമംഗലം ഉൾപ്പെടെ കേരളത്തിലെ 2000-ലധികം ക്ഷേത്രങ്ങളുടെയും കഴകങ്ങളുടെയും താന്ത്രിക ആചാര്യൻ ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് അവർകളെ ആദരവ് നൽകുന്നതിനും അനുഗ്രഹ ഭാഷണം നടത്തുന്നതിനും വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് അവർകളെ അനുഗ്രഹ ഭാഷണം നടത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഭക്തജനങ്ങളെ, ക്ഷേത്ര സ്ഥാനികരെ, ആചാരക്കാർ, ഈ നമ്മുടെ ഇന്ന് 93 വയസ്സ് ആഘോഷിക്കുന്ന അത് അത്രത്തോളം എത്തിയ ആ കുഞ്ഞമ്പൂതിരിയൻ, അദ്ദേഹത്തിനെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് 1980 ഏപ്രിൽ മാസം 10-ാം തീയതി പള്ളിക്കര കേണമംഗലം കഴകത്തിൽ നിന്ന് തൈക്കടവൻ രാഘവൻ പരിചയപ്പെടുത്തിയിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ കാണുന്നത്. അന്ന് ഞാനും മുത്തശ്ശനുണ്ട്. അപ്പോൾ വിഷയം ഈ ക്ഷേത്രത്തിലെ അന്തിത്തിരിയന്റെ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തിനെ നിയോഗിച്ചാൽ എന്താണ് എന്നുള്ള ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പും ഞാൻ കേണമംഗലത്ത് പോകലുണ്ട്, ഇദ്ദേഹത്തിനെ കാണാറുണ്ട്, അന്ന് അടുത്ത് വരികയില്ല. അതിനുശേഷം ഇദ്ദേഹം ഈ സ്ഥാനം വഹിച്ച് ഇവിടെ വന്നു. അന്ന് മുതലൊരു ആത്മബന്ധം ഈ ക്ഷേത്രമായിട്ടും, പ്രത്യേകിച്ച് ഈ കുഞ്ഞമ്പു എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് കുഞ്ഞമ്പു അന്തിത്തിരിയൻ. ഞാൻ ഇന്നും ഇടയ്ക്ക് ഈ ബന്ധങ്ങൾ
പുതുക്കാനായിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിലേ വരും. ക്ഷേത്രം തുറന്നിട്ടില്ലെങ്കിലും ഉച്ച സമയത്ത് ഇവിടെ വന്നാൽ ഞാൻ അന്ത്യത്തിരിയനായിട്ട് കാണും. അപ്പൊ അന്ത്യത്തിരിയന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഭണ്ണാരപ്പരയുടെ തെക്കേ അറിയത്ത് ചെറിയൊരു ബെഞ്ചുണ്ട്. ശ്വാസം വിട്ടാൽ അത് മറിഞ്ഞു വിടും. ഒരു ചാൺ നീളവും വലിയ നീളത്തിലൊരു ബെഞ്ചുമേ കിഴക്കോട്ട് തലയും വെച്ച് ഒരു പഴയ റേഡിയോ വെച്ച് പാട്ട് കേട്ട് കിടക്കുന്ന ഒരു ഭാവമാണ് അന്ത്യത്തിരിയന്റെ. ഇന്നും അദ്ദേഹം അത് ഇവിടുന്ന് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താ ഇവിടുന്ന് പോയി. അല്ലെങ്കിൽ അധിക സമയത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ 1 മണിക്കൂർ ഇരുന്ന് ആരും ഉണ്ടാവില്ല. ഞാനും ഇദ്ദേഹമായിട്ട് സംസാരിക്കും. അപ്പൊ ഓരോ കാര്യങ്ങൾ പറയും. ചില സമയത്ത് അദ്ദേഹം കുളിക്കാൻ പോകുമ്പോഴാവും ഞാൻ ഇവിടുന്ന് പോവുക. അത്രയും നേരം ഞങ്ങൾ ഇവിടെ ഇരിക്കലുണ്ട്. വേറെ എവിടെയും ഇല്ലാത്തൊരു സ്വഭാവമാണ് ഞാൻ ഈ അന്ത്യത്തിരനായിട്ടുള്ള ബന്ധത്തില് ഇവിടെ ഉണ്ടായി തീർന്നത്. പിന്നെ ഈ അന്ത്യത്തിരന്റെ കൃത്യനിഷ്ഠ, ഈ ക്ഷേത്രത്തിനോടുള്ള കൂറ്, ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിർത്തിയിട്ട് ആരെന്ത് പറഞ്ഞാലും ആ ഇവിടുത്തെ ചിട്ടകൾ തെറ്റിക്കാതെ കണ്ട് ഈ ദേവീദേവന്മാരെ പരിപാലിക്കുന്ന ആ ഒരു കാര്യത്തില് കുഞ്ഞമ്പൂന്തിത്തിരനെ എടുത്ത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. എന്നോട് പല കാര്യങ്ങളും അദ്ദേഹം ചോദിക്കാറുണ്ട്. ഓരോരോ വിഷയങ്ങൾ വരുമ്പോ പലതും, പിന്നെ ഇവിടുന്ന് കിട്ടുന്ന വേതനങ്ങളും അതുകൊണ്ടുള്ള വേദനകളും രണ്ടും പറയാറുണ്ട്. ഭരണകർത്താക്കള്, അത് നാരായണ മാഷ്, എല്ലാം ഇവിടുത്തെ സ്ഥിതിക്ക് അനുസരിച്ച്, പിന്നെ നാരായണ മണിയാണി, നാരായണ മാഷ്, ഇപ്പൊ ഗോപാലൻ, ഇതിനുമുമ്പ് ഹഞ്ചിയിൽ പപ്പൻ, പലരും ഇവിടെ ഭരണകർത്താക്കളായിട്ട് വന്നിട്ടുണ്ട്. ഓരോ വിഷയങ്ങളിലും അവരുടെ വിഷയങ്ങൾ നമ്മുടെ അന്ത്യത്തിരനാണ് പറയാറ്. മേഡം 9 പ്രതിഷ്ഠാദിനം, അതിന് ഞാൻ വരാറുമില്ല, ആളെ പറഞ്ഞയക്കാറാണ്. പക്ഷെ എങ്കിലും അന്ത്യത്തിരനെ കാണാൻ വരാറുണ്ട്. അപ്പോ അന്ത്യത്തിരന്റെ ഇത്രയും എല്ലാവരും കൂടി യോജിച്ച് നടത്തുന്ന ഈ ഒരു ആഘോഷം അദ്ദേഹത്തിന് എന്താ പറയാ, ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. പല ദിക്കിലും അന്ത്യത്തിരന്മാരും സ്ഥാനങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ആഘോഷത്തിന് ഒരു വിധി ഇദ്ദേഹത്തിനാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം കൂടി ഞാൻ നിങ്ങളോട് പറയാം. എന്നോട് പലപ്പോഴായിട്ട് പറയാറുണ്ട്, ഈ ക്ഷേത്രത്തിന്റെ ഉള്ളില് എല്ലാ ശ്രീകോവിലിന്റെ ജീർണതകൾ ധാരാളമുണ്ട്. അത് തന്ത്രി കിടക്കുമ്പോഴും അന്ത്യത്തിരേനും മനസ്സിലാവാം, നിത്യം നടക്കുന്നവർക്ക് അറിയാം. പക്ഷെ അതൊക്കെ ഒന്ന് പരിഹരിച്ച് എന്നോട് എപ്പോഴും പറയും, ഒരു കലശാട്ട് കഴിഞ്ഞ് കാണണം, അത് തന്ത്രി ഒന്ന് ദേവിയോടും ദൈവന്മാരോടും ഇതിന്റെ സംഘാടകരോടും പറയണമെന്ന് എന്നോട് എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഒരാഴ്ച മുമ്പേ കൂടി അന്ത്യത്തിരനെ ഞാൻ നീലേശ്വരത്തുനിന്ന് കാണാനുണ്ടായി. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നല്ല, എല്ലാവരും കൂടി ഈ കാണിക്കുന്ന ഇന്നത്തെ ഒരു ദിവസത്തിന് കാണിക്കുന്ന ഈ ഉത്സാഹം അത് നിലനിർത്തിക്കൊണ്ട് ഇന്ന് മുതൽ അതിന് പ്രവർത്തിച്ച് 2030 ആകുമ്പോൾ 30-ലെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ പള്ളിയറയുടെ പണി കഴിച്ചൊരു കലശാട്ട് കഴിച്ച് അതോടുകൂടി ഒരു പെരുങ്കളിയാട്ടവും കഴിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയണത്. അത് നടക്കും എന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് ഉറപ്പിരിക്കുന്നുണ്ട്. അതിന് 5 വർഷമുണ്ട്. നിങ്ങളതിന് പ്രവർത്തിച്ചാൽ നടക്കും. ദേവീദേവന്മാര് വന്ന് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് അതിനു വേണ്ടി മാറ്റിവെക്കണം. അത് ഇന്നത്തെ ഘടകത്തിന്റെ പ്രസിഡന്റ് KV ഗോപാലനോടായാലും ശരി, നാരായണ മാഷോടായാലും ശരി, ഇനി എല്ലാവർക്കും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ, കാര്യങ്ങൾ നടത്തിക്കാൻ യാദവ സമുദായത്തിലെ അഗ്രഗണ്യമായ ഒരുപാട് ആൾക്കാർ ഈ വേദിയിലുണ്ട്. തന്നെയല്ല, ജനങ്ങളും മറ്റു ക്ഷേത്രക്കാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ കരിമ്പില് കൃഷ്ണനോടായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് മുതലുള്ള ഈ ഉത്സാഹം തുടർന്ന് നമ്മുടെ അന്ത്യത്തിരിയന്റെ, അദ്ദേഹത്തിന് അനവധി കാലം ആയുസുണ്ട്, അത് യാതൊരു സംശയമൊന്നുമില്ല. ഇനി അനവധി ദിക്കില് പെരുങ്കളിയാട്ടം നടത്താനും നടത്തിക്കാനും നടത്തി കാണാനും അദ്ദേഹത്തിന് ആയുസുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന് 93 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആ അക്ഷരം ഒന്ന് മറച്ചിടണമെന്നാണ്, 39 ആക്കണമെന്നാണ്. എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം അത്ര ദൃഢഗാത്രാണ്, യാതൊരു സംശയമില്ല. പണ്ടത്തെ ആ ആരോഗ്യം തന്നെയാണ്. ഞാൻ അന്ത്യത്തിനോട് പല കാര്യങ്ങളും തമാശയിൽ പറയാറുണ്ട്. അപ്പോ ആൾക്കാർ 93 പറഞ്ഞു വെച്ചിട്ടൊന്നും വിഷമിക്കണ്ട, അത്രയൊന്നും ആയിട്ടില്ല. അന്ത്യത്തിന കയറി വന്നാൽ 70 വയസ്സ് അത്രേ പറയാറുള്ളൂ. അദ്ദേഹം ഇപ്പൊ പയ്യന്നൂർക്ക് ചിലപ്പോ നടന്നു വരും. ഇപ്പോ മനീഷിന്റെ വണ്ടിയിൽ വരും, പണ്ട് കാലത്ത് നടന്നു വരും, അത്രയാണ്. അപ്പൊ അദ്ദേഹത്തിന് അനവധി ദിക്കില്, നിങ്ങളുടെ സാമുദായിക ക്ഷേത്രങ്ങളില് അനവധി ദിക്കില് പെരുങ്കളിയാട്ടം നടത്താനും
നടത്തിക്കാനും അതിന്റെ മേൽനോട്ടം വഹിക്കാനും ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറ്റുള്ളവർക്ക് അറിയാത്തതും കൂടി ഇദ്ദേഹത്തിന് അറിഞ്ഞ് അത് വളരെ നിഷ്ഠയോടുകൂടി നടത്താനും അദ്ദേഹത്തിന് കഴിയും. അതിന് ഈ ദേവീദേവന്മാരുടെ അനുഗ്രഹവും ജനങ്ങളുടെ നല്ല ജനങ്ങളുടെ ഈ നിങ്ങളുടെ സമുദായത്തിലല്ല എല്ലാവരുടെയും നല്ല മനസ്സും അദ്ദേഹത്തിന് എന്നും ഉണ്ട് എന്നുള്ള ഉറപ്പ് തന്നുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദീർഘായുസ്സും ഉണ്ടാവട്ടെ എന്നും ഇനിയും ഈ ക്ഷേത്രത്തിലെ ഒരു പെരുങ്കളിയാട്ടത്തിന് നെടുന്തൂണായി നിന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിലെ തന്ത്രി എന്ന നിലയിൽ ഇവിടുത്തെ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ ദേവീ ദേവന്മാരോട് എന്റെ വാക്കുകൾ അവിടെ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി. ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട്. അടുത്തതായി ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി എത്തിയിരിക്കുന്നത് ശ്രീ കെ സോമൻ,